ഈ വർഷത്തെ ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷം ഒന്ന് കണ്ടാലോ? പതിവ് തെറ്റിക്കാതെ ഈ വർഷവും ഞങ്ങൾ റോമിച്ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. രാവിലെ തന്നെ അല്ല, ഉച്ചയ്ക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം തന്നെ മഞ്ഞ ഗുളികയും പച്ച ഗുളികയും കഴിക്കുന്ന 2 വട്ടുള്ളവർ തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈസ്റ്റർ ബണ്ണീസും ഈസ്റ്റർ എഗ്സും ഒക്കെ ആയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ റോമിച്ചേട്ടൻ ഭയങ്കര പണിയിലാണ്. അപ്പം ഞാൻ വിശ്വസിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നത് വട്ടയപ്പാണ്. നമ്മൾ തൃശ്ശൂരുകാർക്ക് അല്ലെങ്കിൽ അങ്കമാലിക്കാർക്കൊന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സാധനമാണ് വട്ടയപ്പം. ഇവിടെ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതാ ഈ ഒരു ഇഡ്ഡലിത്തട്ടിൽ വട്ടയപ്പം ഉണ്ടാക്കിയത്. പിന്നെ ഈ കാണുന്നത് പച്ചവെള്ളം അല്ല, റോമിച്ചേട്ടൻ്റെ വീടാണല്ലോ, ഇപ്പോൾ വാറ്റ മുഖ്യം ബിഗിലെ എന്നല്ലേ. ഇത് ബ്ലൂബെറി വൈൻ വെച്ചിട്ട് പുള്ളി വാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര മണവും അസാധ്യ വൃത്തികെട്ട ടേസ്റ്റും ആയിരുന്നു. പിന്നെ ഇത് നമ്മളൊരു 2 ആഴ്ച മുന്നേ നമ്മൾ തന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള വീട്ടിലുണ്ടായിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും മുളകും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് മൊത്തം തീർന്ന അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിന്. എല്ലാവരും എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഞാൻ തന്നെ കുറേ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്, അത്ര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോമിച്ചേട്ടൻ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്നും പറഞ്ഞിട്ട് ആ ബ്ലൂബെറിയുടെ വാറ്റ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു. അത് കുടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. അത്രയും സ്ട്രോങ് ആയിരുന്നു. എനിക്ക് തീ കത്തുന്ന പോലൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇത് ജാതിക്ക വെച്ച് പുള്ളി വാറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനങ്ങനെ ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ശരിക്കും ഒരു വെള്ളം കുടിക്കുമ്പോൾ ചെറിയൊരു ചവർപ്പുള്ള വെള്ളം കുടിക്കുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വലിയ വീര്യമൊന്നുമില്ല, അതിനങ്ങനെ വലിയ മണവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ ഒഴിച്ചിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ വിനീഷേട്ടന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണം പറഞ്ഞപ്പോൾ ഞാൻ അതിന്ന് തന്നെ ഇത്രയും തന്നെ ഞാൻ മറ്റേ വാറ്റും കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കത്തിപ്പോയി. അങ്ങനെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. വാറ്റാണെങ്കിലും വൈനാണെങ്കിലും ഒന്നും, എനിക്ക് മധുരമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. മറ്റേ സാധനം അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ മണം നോക്കുകയാണ്. അപ്പോൾ ഭയങ്കര കുത്തുന്നൊരു സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ മൂക്കിലേക്ക് തുളച്ച് കയറുന്ന ഒരു മണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ചിലേക്ക് പോയി. വട്ടയപ്പവും ചിക്കൻ കറിയും പിന്നെ ചോറും മീൻകറിയും ക്യാബേജ് തോരനും ഒക്കെ ആയിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. അതിൻ്റെ കാരണം ഇന്ന് സൂരജേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടിയാണ്. അപ്പോൾ ഡിന്നർ വൻ ഗംഭീരമാവുമെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ച് വളരെ ചെറുതാക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സൂരജേട്ടൻ്റെ വീട്ടിൽ പുള്ളിയുടെ ബർത്ത്ഡേ ആഘോഷം തുടങ്ങി. കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിലേക്ക് കിടന്നു. നല്ല അപ്പവും മട്ടൻ സ്റ്റൂവും കട്ട്ലറ്റും സാലഡ്സും പിന്നെ ചേച്ചി ഒരുപാട് സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണിയും ഈ വക സാധനങ്ങളൊക്കെ കഴിച്ച് ആകെ തളർന്ന ആവശ്യമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും വെൽ എൻജോയ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ദിവസമായിരുന്നു. ഒരു അടിപൊളി ഈസ്റ്റർ തന്നെയായിരുന്നു. അപ്പം ശരി, എന്നാൽ പിന്നെ കാണാട്ടോ.